കളിയും ചിരിയുമായി സീതയുടെ വീട് ആഹ്ലാദത്തിൻ്റെ അലകൾ ഉയരുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കല്യാണമാണ്. ദമയന്തിയും കാര്യസ്ഥൻ രാമുവും ശ്യാമളയും പിന്നെ വിലാസിനിയും കൂടിയാണ് വന്നത്. കല്യാണത്തിൻ്റെ അന്നാണ് വന്നത്. വീട്ടിലേക്കാണ് അവർ വന്നത്. രാവിലത്തെ ഭക്ഷണം കഴിച്ച ശേഷമാണ് മണ്ഡപത്തിലേക്ക് പോകുന്നത്. ദമയന്തിയെ കാറിൽ നിന്ന് ഇറക്കുന്നത് കണ്ടപ്പോൾ നന്ദു ഓടി വന്നു, അച്ചമ്മേ എന്ന് വിളിച്ചുകൊണ്ട്. എവിടെ സുന്ദരിക്കുട്ടി എന്ന അച്ചമ്മയും. അമ്മയെ കണ്ടതും സീത വേഗം വന്നു. എവിടെ ദേവൻ എന്ന് ദമയന്തി ചോദിച്ചു. സുകുവേട്ടൻ്റെ കൂടെ മണ്ഡപത്തിൽ കാണും. ദേവേട്ടൻ റെഡിയായിട്ടില്ല, ഇപ്പോൾ വരും, അമ്മ കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞ് സീത എല്ലാവരെയും ആഹാരം കഴിക്കാൻ കൊണ്ടുചെന്നിരുത്തി. സീതയുടെ ബന്ധുക്കൾ മിക്കവരും ദമയന്തിയുടെ അരികിലെത്തി. പ്രത്യേകിച്ച് സീതയുടെ അമ്മ ദേവനും സുഖവും മണ്ഡപത്തിൽ നിന്ന് വന്നു. അമ്മയെ കണ്ടതും ദേവന് സന്തോഷമായി. ഞാൻ കുളിച്ചു റെഡിയായിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞു. ആ അമ്മേ, തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൂട്ടാൻ മറക്കല്ലേ. എനിക്ക് കൊണ്ടുപോവേണ്ടതെല്ലാം അവിടെയാണ്. അല്ലേലും ദേവൻ വീട്ടിൽ നിന്ന് എപ്പോഴും പോവാറുള്ളൂ. എല്ലാവരും മണ്ഡപത്തിലേക്ക് എത്തി. സീത കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയായിരുന്നു. ആഭരണമൊക്കെ അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. ദമയന്തിക്ക് വീടെത്തിയാൽ മതിയെന്നായിരുന്നു. പിന്നെ മകൻ പോവുന്ന സങ്കടവും. സീതയും മോളും വീട്ടിലേക്ക് പോയില്ല. ചെറുക്കൻ്റെ വീട്ടിൽ വിരുന്നിന് പോകണം. ദേവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. നന്ദുമോൾക്ക് ഉമ്മ കൊടുത്തു. സീതയോട് മൗനം കൊണ്ട് യാത്ര പറഞ്ഞു. മോളെയും സീതയെയും അധികം പിരിഞ്ഞിരുന്നിട്ടില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞു. ദേവൻ അമ്മയ്ക്കൊപ്പം കാറിൽ കയറി.